ഓം നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനേകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമ്മൾ 19ാമത്തെ ശ്ലോകത്തിൽ ഭജഗോവിന്ദം 19ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയത്. അപ്പോൾ ഈ 19ാമത്തതിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഈ 17ാമത്തെ ശ്ലോകത്തിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനായിട്ട് തോന്നി. അതിങ്ങനെയാണ്: കുരുതേ ഗംഗാ സാഗരഗമനം വ്രതപരിപാലനം അഥവാ ദാനം ജ്ഞാനവിഹീനഃ സർവമതേന മുക്തിം ഭജതി ന ജന്മശതേന മുക്തിം ഭജതി ന ജന്മശതേന ഭജ ഗോവിന്ദം. അപ്പോൾ ഇതിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മളുടെ ഈ സങ്കല്പങ്ങൾ, ഒരുപാട് സങ്കല്പങ്ങൾ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിലേക്ക്. അതിലൊന്നാണ് ഗംഗയിൽ സ്നാനം ചെയ്താൽ മുക്തി കിട്ടും എന്നുള്ള ഒരു സങ്കല്പം. അപ്പോൾ വെറുതെ ഗംഗയിൽ സ്നാനം ചെയ്തത് കൊണ്ട് മാത്രം മുക്തി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ആചാര്യസ്വാമികൾ ഇതിവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരുപക്ഷെ അന്നേ ഉണ്ടാവാം, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കണം ഈ ഒരു കാര്യം പ്രത്യേകിച്ച് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. നമ്മുടെ തീർത്ഥയാത്രകളെ കുറിച്ചും എല്ലാം ഉള്ള അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണിത്. ഗംഗാസാഗരത്തിലേക്ക് ആളുകൾ തീർത്ഥാടനത്തിന് പോകുന്നു, വ്രതമനുഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ ദാനം ചെയ്യുന്നു. പക്ഷേ ഇതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ജ്ഞാനമില്ലാത്തവനെ, ജ്ഞാനവിഹീനഃ. എന്താണ് ജ്ഞാനം? തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്തവൻ, അതാണ്. അതല്ലാതെ അയാൾക്ക് ഒരുപാട് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിഗ്രീസൊക്കെ ഏൺ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവനവനെക്കുറിച്ചുള്ള ജ്ഞാനം, സ്വരൂപജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത്. അവനവൻ ആരാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ സ്വരൂപം, അത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ സ്വരൂപജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാത്തവൻ, അതാണ് ഇവിടെ ജ്ഞാനവിഹീനഃ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജ്ഞാനവിഹീനഃ സർവമതേന. ഇപ്പോൾ ആചാര്യസ്വാമികൾ ഞാൻ മാത്രം പറയുന്നതല്ല, എല്ലാ ഋഷീശ്വരന്മാരുടെയും അഭിപ്രായമാണ്, എല്ലാവരുടെയും അഭിപ്രായമാണ് എന്നുള്ളത് എടുത്തു പറയാണ്. ഒരാൾ മാത്രം പറയുന്നതല്ല, ഇത് ജ്ഞാനികളുടെ ഒന്നടങ്കമുള്ള തീരുമാനമാണിത്. സർവമതേന, എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്ത്? ജ്ഞാനവിഹീനന്മാർ എവിടെയൊക്കെ തീർത്ഥാടനത്തിന് പോയിട്ടും മുക്തിയൊന്നും കിട്ടില്ല. നമ്മൾ പറയില്ലേ പണ്ടൊക്കെ, കാശിയിൽ പോയാൽ മുക്തി കിട്ടും. അപ്പോൾ പ്രായമാകുമ്പോൾ എല്ലാവരും കാശിയിൽ പോയി തിരിച്ചു വന്നു പിന്നെയും അവനവൻ്റെ മനസ്സിൻ്റെ രാഗദ്വേഷങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ പിന്നെ എവിടെയാ കാര്യം ഉണ്ടാവുക? പോകുന്നതൊക്കെ കൊള്ളാം. അപ്പോൾ ആചാര്യസ്വാമികൾ എന്താ പറയുന്നത് വെച്ചാൽ, ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ജ്ഞാനത്തിനാണ്. ആദ്യം നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയൂ, എന്നിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ, അതിനൊക്കെ ഇരട്ടി ഫലം കിട്ടും. ഗംഗാസ്നാനത്തിന് പോയിക്കോളൂ. ഗംഗാസ്നാനം വേണ്ട എന്ന് പറയുന്നില്ല, ഇവിടെ വേറൊരു ശ്ലോകത്തിൽ എടുത്തു പറയുന്നുണ്ട്, ഭഗവത്ഗീത പഠിച്ചിട്ട് ഗംഗാസ്നാനം ചെയ്യൂ. എന്താണ് ഭഗവത്ഗീതയിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്? ജ്ഞാനം. ഭഗവാൻ പറഞ്ഞു, ഇതിൽ ജ്ഞാനമാണ്, ഇതം തേ ജ്ഞാനമാഖ്യാനം. അവസാനം അർജുനനോട് പറയണം. അല്ലാതെ ഭക്തിയെക്കുറിച്ചോ ഭക്തി മാർഗത്തെക്കുറിച്ച് സംസാരിച്ചോ, അതല്ലാതെ കുറേ കഥകൾ പറഞ്ഞോ അല്ലെങ്കിൽ അവതാര കഥകളൊന്നും അല്ല പറഞ്ഞത്. ഭഗവാൻ എന്താ പറഞ്ഞു കൊടുത്തത്? അർജുന, നീയും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഒരേ ഒരു പരമാത്മ തത്വമാണ് ഇവിടെ എല്ലാമായി കളിച്ചുകൊണ്ടിരിക്കുന്നത്, രൂപപ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജ്ഞാനം
ഞാൻ എന്ന ആ ഒരു തത്വം രൂപമില്ലാത്ത ബോധമാണ് എന്നുള്ള ആ സത്യമാണ് അർജുനന് മനസ്സിലാക്കി കൊടുത്തത്. അതുകൊണ്ട് നീ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല, നീ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആ കർത്തൃത്വ ബോധത്തിൽ നിന്ന് അർജുനനെ മുക്തനാക്കി കൊടുക്കുന്നു. അപ്പോൾ ഒരു ജീവിതത്തിൽ ഒരാൾ പഠിച്ചിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള പഠനമാണ് ഭഗവത്ഗീത. അപ്പോൾ അത് പഠിച്ചിട്ട്, ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിച്ചിട്ട് മുരാരിയെ അർച്ചന ചെയ്യും, ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിച്ചിട്ട് ഗംഗാസ്നാനത്തിന് പോവും. ഇങ്ങനെയാണ് ആചാര്യസ്വാമികളിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ശങ്കരാചാര്യർ തന്നെയാണ് ഗുരുവായൂരിലും ഒക്കെ പ്രതിഷ്ഠയും ഒക്കെ പൂജാവിധികളും ഇതെല്ലാം, പ്രതിഷ്ഠയല്ല പൂജാവിധികളും എല്ലാം തീരുമാനിച്ച് തിട്ടപ്പെടുത്തിയത് പല പല അമ്പലങ്ങളിലും, അല്ലേ? എത്രയോ അമ്പലങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്ത ആളാണ് ഈ പറയുന്നത് നമ്മളോട്, എന്ത് അർച്ചന ചെയ്തിട്ടും കാര്യമില്ല, എന്ത് തീർത്ഥയാത്ര ചെയ്തിട്ടും കാര്യമില്ല, ഇഫ് നിങ്ങൾക്ക് സ്വരൂപജ്ഞാനം കിട്ടിയില്ല, സ്വരൂപജ്ഞാനത്തിലേക്ക് ഉള്ള അന്വേഷണമെങ്കിലും തുടങ്ങാതെ ഇങ്ങനെ എൻജോയ് ചെയ്ത് യാത്രയൊക്കെ രസമാണ്, പക്ഷെ അതുകൊണ്ടൊന്നും മുക്തി കിട്ടും എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടെ മാറ്റിത്തരുന്നത്. അതോടുകൂടി തന്നെ അതിൻ്റെ കൂടെ തന്നെ ആചാര്യസ്വാമി നമുക്ക് കാണിച്ചു തരാണ് അപ്പോൾ പിന്നെ എവിടെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എവിടെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതും കൂടി കാണിച്ചു തരാണ്. അപ്പോൾ ഈ തീർത്ഥയാത്ര എന്ന് പറയുന്ന എല്ലാം പെടും അതിൽ, എല്ലാ അമ്പലങ്ങളിലേക്കുള്ള യാത്രയും ഗുരുസന്നിധിയിൽ പോകുന്നതും എല്ലാം. അപ്പോൾ എവിടെ പോകുമ്പോഴും നമ്മൾ ഉറപ്പിച്ചോളൂ, ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഒരു ഗുരുവിന് തൻ്റെ ശിഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും ഉയർന്ന ആ ഒരു ലക്ഷ്യം എന്തായിരിക്കും ഒരു ഗുരുവിന് വേണ്ടത്? ഗുരുവിൻ്റെ ആഗ്രഹം ഒരു ശിഷ്യന് വേണ്ടിയിട്ട്, ഒരു യഥാർത്ഥ ഗുരുവിന് തൻ്റെ ശിഷ്യൻ തൻ്റെ സ്വരൂപം തിരിച്ചറിഞ്ഞ് തന്നിൽ നിന്ന് തൻ്റെ ഗുരു അന്യനല്ല, ഞാനും ഗുരുവും ആത്മാവും ഒന്നാണ്, എന്താണ് ഈശ്വരോ ഗുരുരാത്മേതി, അല്ലേ? മൂർത്തിഭേദ വിഭാഗിനും, ഈ മൂന്നും ഒന്നാണ്, ഗുരു, ആത്മാവ്, ഈശ്വരൻ, ഇത് മൂന്നും ഒന്നാണ് എന്നുള്ള ആ തിരിച്ചറിവിലേക്ക് തൻ്റെ ശിഷ്യൻ ആ ജ്ഞാനസിദ്ധി കിട്ടി ഉയരുന്നതാണ് ഒരു ഗുരുവിന് ഏറ്റവും വലിയ സാക്ഷാത്കാരം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗുരുവിനെ എൻ്റെ അടുത്തേക്ക് പോകുന്നതും, അതിനു വേണ്ടിയിട്ടാണ് സാധനങ്ങൾ അനുഷ്ഠിക്കുന്നത്. സാധനങ്ങൾ അനുഷ്ഠിച്ച് ഡയറക്റ്റായിട്ട് സത്യം സാക്ഷാത്കരിക്കാൻ പറ്റുമോ? ഉത്തരം ഇല്ല എന്ന് ഗുരുക്കന്മാർ തന്നെ പറയുന്നു. നമ്മൾ ക്രിയയും സാധനയൊക്കെ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ, അതായത് രാഗദ്വേഷങ്ങൾ അകറ്റാൻ നല്ലോണം സഹായിക്കും. അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? യെസ്, അതാണ് ചെയ്യുന്നത്. അതാണ് ഈ സാധനങ്ങളുടെ ഒക്കെ ഉദ്ദേശം. ഇതൊക്കെ അറിഞ്ഞിട്ട് സഹസ്രനാമം ജപിക്കൂ എന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ശീലങ്ങളിലൊക്കെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് മാറ്റാനുള്ള ഒരു വേക്കപ്പ് കോളും കൂടിയാണിത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഗംഗാസാഗരത്തിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നു, വ്രതമനുഷ്ഠിക്കുന്നു, ദാനം ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജ്ഞാനമില്ലാത്തവന് ഇതെല്ലാം അനുഷ്ഠിച്ചാലും, ഇതിവിടെ പറയുന്നത് കേട്ടോളൂ, 100 ജന്മങ്ങൾ കഴിഞ്ഞാലും മോക്ഷം കിട്ടുകയില്ല എന്നാണ്. 100 ജന്മം ഈ കളി കളിക്കാം, നല്ലൊരു സാധകനായി ഇങ്ങനെ തീർത്ഥാടനത്തിന് പോയിക്കൊണ്ടിരിക്കാം, ഞാനും ഭഗവാനും വേറെ വേറെ എന്ന് വിശ്വസിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, തുടരാം ഈ നാടകം. അപ്പോൾ അതാണ് പറയുന്നത്, 100 ജന്മങ്ങൾ കഴിഞ്ഞാലും, ജന്മശതേന എന്ന് വെച്ചാൽ 100 ജന്മങ്ങൾ കഴിഞ്ഞാലും മുക്തി ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏതിന് പ്രാധാന്യം കൊടുക്കണം? തൻ്റെ സ്വരൂപം എന്താണെന്ന് അറിയാൻ പ്രാധാന്യം കൊടുക്കണം. അതെങ്ങനെ അറിയാൻ പറ്റും? ഭഗവത്ഗീത. അപ്പോൾ തൽക്കാലം നമുക്ക് ഒരു ഗുരുവിൻ്റെ അടുത്ത് ഇരുന്ന് ജ്ഞാനം കേൾക്കാനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കൃഷ്ണൻ തന്നെ ഒരു ഗുരുവായിട്ട് നമുക്ക് ജ്ഞാനം തരും, ഈ ഗീത പഠിക്കേണ്ടതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് 17ാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പറയുന്നത് 19ാമത്തെ ശ്ലോകത്തിലാണ്, യോഗത്തിൽ മുഴുകുന്നവനാകട്ടെ, ഭോഗത്തിൽ മുഴുകുന്നവനാകട്ടെ, സംഘം ചേർന്നവനാകട്ടെ, ചേരാത്തവനാകട്ടെ, ആരുടെ മനസ്സാണോ ബ്രഹ്മത്തിൽ രമിക്കുന്നത്, ഞാൻ എന്നുള്ള, അപ്പോൾ എല്ലാവർക്കും മറ്റാരെങ്കിലും വേണം കൂടെ. അതൊരു നമ്മൾ മനസ്സിനൊരു ശീലമാക്കി കഴിഞ്ഞു.
ഇല്ലെങ്കിൽ എന്തോ ഒന്ന് മിസ് ചെയ്യുന്ന പോലെ. അതെന്താ കാരണം? നമ്മൾ ഒരിക്കലും പഠിച്ചിട്ടില്ല സ്വന്തം ഇരുന്നിട്ട് അതിൻ്റെ ഒരു ഒറ്റയ്ക്കിരിക്കുന്നതിൻ്റെ ഒരു ഒരു ശാന്തി അറിയാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കാരണം എപ്പോഴും നമ്മൾ ഔട്ട്വേർഡായിരുന്നു നമ്മുടെ ശ്രദ്ധ മുഴുവനും. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലല്ലേ. അപ്പോൾ ആ ഒരു ഓർമ്മയോട് കൂടി നമ്മൾ കുറച്ച് സമയമെങ്കിലും ഇങ്ങനെ തനിച്ച് ഇരുന്ന് ധ്യാനത്തിലും ഒക്കെ ഇരുന്ന് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് സെൽഫ് കോൺടെംപ്ലേഷൻ, ഒരു ആത്മവിചാരമൊക്കെ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. അതാണ് പറയുന്നത്. മനസ്സാണോ, ആരുടെ മനസ്സാണോ ബ്രഹ്മത്തിൽ രമിക്കുന്നത്. അപ്പോൾ സ്വരൂപം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. മറ്റൊരാൾ ഉണ്ടായാലേ എൻ്റെ മനസ്സിന് ശാന്തിയുള്ളൂ, ഉണ്ടായാൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ. ആരെ നമുക്ക് ഇങ്ങനെ റിലൈ ചെയ്യാൻ പറ്റും? ഹരതി നിമേഷാത് കാലസർവം. ഒരു നിമിഷമേ വേണ്ടൂ, എല്ലാം കാലം നമ്മളൊരു കയ്യിൽ നിന്ന് പിടിച്ച് കൊണ്ടുപോകും. നമ്മളേറ്റവും പ്രിയപ്പെട്ടത് എന്ന് കരുതുന്ന വ്യക്തികളും നമ്മളേറ്റവും പ്രിയപ്പെട്ടതായി ചെറിഷ് ചെയ്യുന്ന വസ്തുക്കളും ഓബ്ജക്ട്സും നമ്മളേറ്റവും പ്രിയപ്പെട്ടത് എന്ന് വിചാരിക്കുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് മൊമെൻറ്റ്സ്, നമ്മൾ സാഹചര്യങ്ങൾ, ഇന്നത് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പല ഫാൻറ്റസീസും ഉണ്ട്. ഇങ്ങനെയുള്ള നിമിഷങ്ങൾ ഒക്കെ കാലം അപഹരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ശ്ലോകത്തിലാണ്. അപ്പോൾ അവനാണ് നന്ദതി നന്ദതി നന്ദത്യേവ. അപ്പോൾ അവൻ മാത്രം ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് 19ാമത്തെ ശ്ലോകം. നമുക്ക് 20ാമത്തെ ശ്ലോകം കേട്ടുനോക്കാം. ഭോഗരതോ സംഘരതോ വാ സംഘവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം ന ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി 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 ഭജ ഗോവിന്ദം. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഗീതാ കിഞ്ചിദധീതാ ഗംഗാജലലവ കണികാ പീതാ സുകൃതവിയേന മുരാരിസമർച്ചാ സകൃതവിയേന മുരാരിസമർച്ചാ ക്രിയത്തെ തസ്യ യമേന ചർച്ചാ ക്രിയത്തെ തസ്യ യമേന ചർച്ചാ ഭജ ഗോവിന്ദം. അപ്പോൾ 20ാമത്തെ ശ്ലോകം ഇതാണ്. ഈ ഭജഗോവിന്ദത്തിലൂടെ ആചാര്യസ്വാമികൾ ഭഗവത്ഗീതയുടെ മഹത്വം കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവത്ഗീത കിഞ്ചിത് അധീത ഗംഗാജലലവ കണികാ പീത സകൃതപി യേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച. എന്താ അതിൻ്റെ അർത്ഥം?
ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവൻ, ഭഗവത്ഗീത കുറച്ചെങ്കിലും വായിച്ചിട്ടുള്ളവൻ എന്നല്ല, ഭഗവത്ഗീത കുറച്ചെങ്കിലും കേട്ടിട്ടുള്ളവൻ എന്നുമല്ല, ഭഗവത്ഗീത യഥാർത്ഥത്തിൽ കേട്ട് മനനം ചെയ്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളവൻ എന്നാണ് ഇവിടെ അർത്ഥം എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? കാരണം കേട്ടിട്ട് നമ്മൾ പല കാര്യങ്ങളും കേട്ടിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എത്രയോ കാര്യങ്ങൾ. അപ്പോൾ അത് ആദരപൂർവം അതിലത്തെ ജ്ഞാനം എടുത്ത് നമ്മൾ മനനം ചെയ്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. അപ്പം അങ്ങനെ പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ അവനെയാണ് കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവൻ എന്ന് പറയുന്നത്. അല്ലാതെ ശ്ലോകങ്ങൾ കുറച്ച് കാണാപ്പാഠം പഠിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവൻ എന്ത് മനസ്സിലാക്കിയിരിക്കും? കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കിയിരിക്കും. നമ്മുടെ ആത്മാവ് എന്താണെന്നുള്ള സ്വരൂപം വ്യക്തമായി ഗീതയിൽ പറയുന്നു. അപ്പോൾ അത് ഒരു ശ്ലോകമെങ്കിലും വ്യക്തമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ രണ്ടാമത്തെ സാഖ്യയോഗത്തിൽ തന്നെ 50-ാമത്തെ ശ്ലോകം, ഭഗവാൻ അർജുനൻ തളർന്ന് രഥത്തിൽ വീണു പോവാണ്. ആ സമയത്ത് ഭഗവാൻ അർജുനനെ അവിടെ പറയാണ്, എഴുന്നേൽക്കൂ പാർത്ഥ. അവിടെയാണ് ആത്മാവിൻ്റെ സ്വരൂപം പറയുന്നത് അല്ലേ? എന്താണ് ആത്മാവ്? ഒരിക്കലും നശിക്കാത്ത ഈ തത്വത്തെ ഭഗവാൻ ഇവിടെ ചർച്ച ചെയ്യുന്നു. എന്താണത്? ഒരു സാഖ്യയോഗത്തിലുള്ള 69-ാമത്തെ ശ്ലോകം ഇവിടെ മറ്റൊരു രഹസ്യമാണ് വെളിപ്പെടുത്തി തരുന്നത് നമുക്ക്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമേ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. സർവഭൂതാന, എല്ലാ പ്രാണികൾക്കും ഏത് രാത്രിയോ എല്ലാ ഭൂതജാലങ്ങളും ജീവജാലങ്ങളും സത്യമെന്ന് ഭ്രമിക്കുന്നത് അതിനെ പകലായിട്ടാണ് കാണുന്നത്. പകൽ സമയത്ത് ചെയ്യുന്നതൊക്കെ, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഏത് സത്യമെന്ന് ഭ്രമിച്ചിട്ടാണ്? ഈ മായക്കാഴ്ചകൾ സത്യമെന്ന് ഭ്രമിച്ചിട്ടാണ്. രാത്രി അവർ സുഖനിദ്രയിലേക്ക് പോകുമ്പോൾ ഈ കാണുന്ന എല്ലാം അവ്യക്തത്തിൽ സ്വരൂപത്തിൽ ലയിക്കുന്നു. ആ ഒരു സുഷുപ്തി അവസ്ഥയിൽ ഓരോരുത്തരും അവനവൻ്റെ സ്വരൂപമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വ്യക്തികളില്ല, ബന്ധങ്ങളില്ല, ഞാനില്ല, നീയില്ല, ലോകമില്ല, ഒന്നുമില്ല അല്ലേ? ആ സ്വരൂപത്തിൽ സുഷുപ്തി അവസ്ഥയിൽ ഒരു രൂപപ്രദർശനവും നടത്തുന്നില്ല ബോധം, നമ്മളുടെ സ്വരൂപം. ആ സുഷുപ്തി അവസ്ഥയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരിക്കലും ബോധം ഒന്നും ആയി മാറുന്നില്ല. ഒക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇവിടെ മുനി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഉണർന്ന് ഇരിക്കുന്ന ആ ചൈതന്യത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ചൈതന്യത്തിന് യാതൊരു ഭ്രമവുമില്ല. യഥാർത്ഥത്തിൽ ഈ ചൈതന്യത്തിന് യാതൊരു കുറവുമില്ല, ഭ്രമവുമില്ല. പക്ഷേ ഇത് വെറുതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് പോലെ അതാണ്. അപ്പോൾ എങ്ങനെയാണ് മരുഭൂമിയിൽ കാനൽ ജലം? അതിൻ്റെ ഒരു
ആ മരുഭൂമിയിൽ നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ഒരു വാട്ടർ ബോഡി, ഒരു സരസ് ഇങ്ങനെ അലയടിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ആ അലയടിക്കുന്നത് പോലെ കണ്ടിട്ട് ഈ മൃഗങ്ങൾ, മാനുകളെ പോലെയുള്ള അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഓടിപ്പോയി അത് കുടിക്കാൻ വേണ്ടി ദാഹിച്ചടുത്ത് ചെല്ലുമ്പോൾ അത് ഇല്ലയെന്ന് മനസ്സിലായി. അത് കുറച്ചും കൂടെ ദൂരെയാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ അടുത്തേക്ക് പിന്നെയും ഓടി അടുത്തേക്ക് പോകുമ്പോൾ പിന്നെയും കുറച്ചും കൂടെ ദൂരേക്ക് ആണെന്ന് തോന്നും. അപ്പം ഈ നമ്മൾ മാരീചൻ എന്നുള്ളൊരു ക്യാരക്ടറില്ലേ രാമായണത്തിലുള്ള, അപ്പോൾ ആ മാരീചൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു മരീചിക. നമ്മൾ ഈ മരുഭൂമിയിലെ കാനൽ ജലത്തിനാണ് മരീചിക എന്ന് പറയുന്നത്, മിറാജ്. ആ മരീചിക എന്നുള്ള ആ ഒരു സങ്കല്പമായിരിക്കാം മാരീചൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അടുത്തേക്ക് പോകുന്തോറും ദൂരത്തേക്ക് പോയി അല്ലേ. ഈ പൊന്മാനെ ആയിട്ട് വേഷം കെട്ടി വന്നാണല്ലോ. അപ്പോൾ സീത അടുത്തേക്ക് ആ മാനാണെന്ന് വിചാരിച്ച് ഓടിപ്പോയി. അപ്പോൾ ആ അടുത്തേക്ക് പോകുന്തോറും ദൂരത്തേക്ക് പോകുന്ന ഒരു പ്രതിഭാസം, അതാണ് ആ മരീചിക എന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ ഈ ഇല്ലാത്തതാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു വെള്ളം ഇല്ല അവിടെ, പക്ഷെ ഉണ്ടെന്ന് തോന്നിക്കുന്നു. അങ്ങനെ ഒരു കാര്യം ഇവിടെ നിലവിലുണ്ട്. നമ്മുടെ ഉദാഹരണത്തിന്, ദൃഷ്ടാന്തത്തിന് വേണ്ടി ഉപനിഷത്തുക്കളൊക്കെ പറയുന്ന ഉദാഹരണം ഇതാണ്, ഈ മരീചിക എന്നുള്ള ഉദാഹരണം. രണ്ടാമത്തത് സ്വപ്ന ദൃഷ്ടാന്തം. ഉറക്കത്തിൽ ഇല്ലാത്തതൊക്കെ നമ്മൾ കാണുന്നു. എന്തെങ്കിലും അവിടെ ശരിക്കും ഉണ്ടോ? ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, രൂപങ്ങൾ കാണുന്നുണ്ട്, ദേശം കാലം ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊന്നുമില്ല. അത് ആ ഒറ്റ പോയിന്റാണ് ഈ ശ്ലോകത്തിലും പറയുന്നത്. എല്ലാ പ്രാണികൾക്കും ഏത് രാത്രിയോ അതിൽ മനസ്സടങ്ങിയ മുനി ഉണർന്നിരിക്കുന്നു. ഏതിൽ പ്രാണികൾ ഉണർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഏത് ഭ്രമത്താൽ ആളുകൾ ഓടുന്ന, ഈ മാനുകൾ വെള്ളം കുടിക്കാൻ ഓടുന്നത് പോലെ ഏത് ഭ്രമം കണ്ട് സത്യമെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ ഓടി ഉഴലുന്നുവോ അവിടെ മുനി ഉറങ്ങുന്നു എന്ന് വെച്ചാൽ ഇങ്ങനൊരു ഭ്രമം മുനിക്കില്ല. എന്ന് വെച്ചാൽ ഈ സുഷുപ്തി അവസ്ഥ ആകുന്ന നമ്മൾ അനുഭവിക്കുന്ന ആ സ്വരൂപത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. യഥാർത്ഥത്തിൽ അത് ഈ രൂപങ്ങളായിട്ടൊന്നും മാറുന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ ആ നിശ്ചലമായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ബ്രഹ്മത്തിന് ഒരിക്കലും മാറാനൊന്നും കഴിയില്ല. എവിടെയാ സ്ഥലം? എങ്ങും നിറഞ്ഞു നിൽക്കുകയാണ് ഒരു വസ്തു. എങ്ങനെയാ പിന്നെ അത് മാറി മറ്റൊരു വസ്തുവാണെങ്കിൽ അതില്ലാത്തൊരു സ്ഥലം വേണ്ടേ? ഇല്ല. അതുകൊണ്ടാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ആ ഒറ്റ പോയിന്റ് ഓർമ്മിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം സാധ്യമാവില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ ഉള്ളതാന്ന് തോന്നുന്നതോ എന്തൊക്കെ തരത്തിലുള്ള കെട്ടിടങ്ങളും രൂപങ്ങളും കടലും എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതൊക്കെയായി കാണിക്കാൻ പറ്റും, രൂപപ്രദർശനത്തിന് പറ്റും. അതാണ് ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കാര്യം യാഥാർത്ഥ്യ ആണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് നമ്മൾ ഉറപ്പിക്കാൻ പറ്റണമെങ്കിൽ, അങ്ങനെ ഒരു കാറ്റഗറിയിൽ പെടുത്തണമെങ്കിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതാണ് അല്ലേ ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ്. അപ്പോൾ എപ്പോഴും ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ. ഇപ്പോൾ ചുറ്റും നോക്കുക, എന്തൊക്കെയാണ് കാണുന്നത്? ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ ഇത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഒരു പോയിന്റിൽ ഇല്ലാതാവുന്നു, അടുത്ത പോയിന്റിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടായി മറയുന്നതൊന്നും സത്യമല്ല എന്ന് ആചാര്യന്മാർ പറയുന്നു, നമ്മുടെ ഉപനിഷത്തുക്കൾ പറയുന്നു. അപ്പോൾ എന്താണ് സത്യം? ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു നിശ്ചല തത്വം, അത് മാത്രമാണ് സത്യം. അതാണ് ബോധമായി നമ്മളുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ തന്നെ ഉണ്മയെ അറിയുന്ന മുനിക്ക് എന്ന് വെച്ചാൽ ഈ സ്വരൂപം അറിയുന്ന ഒരു മുനിക്ക്, അല്ലെങ്കിൽ ഈ സ്വരൂപത്തിന് യാതൊരു കൺഫ്യൂഷനും ഇല്ല. അതിന് ഈ ആളുകളും എല്ലാം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ഭ്രമം കണ്ടിന്യൂ ചെയ്യുമ്പോഴും ഒരു ജ്ഞാനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഇത് മുഴുവനും മായക്കാഴ്ചകളാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ വിശ്രമിക്കുന്നു. അതാണ് വിശ്രമിക്കുന്നു. ശരീരം കൊണ്ട് വിശ്രമിക്കുന്നു എന്നുള്ള അർത്ഥമാക്കില്ല. അവർ വളരെ ബിസി ആയിട്ടുള്ളൊരു സ്കെഡ്യൂളായിരിക്കും, പക്ഷേ ഉള്ളിൽ യാതൊന്നും ഇല്ല എന്നുള്ളത് നല്ല ഉറപ്പോടു കൂടിയാണ് അവർ ജീവിതം നയിക്കുന്നത്. അപ്പോൾ അതാണ്
69-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് അൻപതാമത്തെ ശ്ലോകം ആണ്. കർമ്മം, എങ്ങനെ കർമ്മം ചെയ്യണം, ഇതൊക്കെ ഭഗവത്ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ വ്യവഹാര രംഗം എങ്ങനെ കൈകാര്യം ചെയ്യണം, വെറും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, വ്യവഹാര രംഗത്ത് ചെയ്യാനും പറയുന്നു. യോഗ കർമ്മസു കൗശലം, നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തു, സമബുദ്ധിയോടുകൂടി. അപ്പോൾ ആചാര്യസ്വാമികൾ പറയുന്നു, കുറച്ചെങ്കിലും ഗീത പഠിച്ചിട്ടുള്ള ആൾ, അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം ഇതറിഞ്ഞിട്ട് ചെയ്യുന്നത്, അറിഞ്ഞ് സത്യം ഇതാണ്, ഭഗവാന്റെ സത്യം ഇതാണ്, അല്ലെങ്കിൽ തൻ്റെ സ്വരൂപത്തിൻ്റെ സത്യം ഇതാണ് എന്നറിഞ്ഞുകൊണ്ട് ആ സത്യം അറിയുമ്പോൾ എന്താണ്, എല്ലാ സ്ഥലത്തും സദാ നിറഞ്ഞു നിന്നുകൊണ്ട് അത് എങ്ങും നിൽക്കുന്നു എന്നുള്ള ആ സത്യം മനസ്സിലാക്കുന്ന ആളെയാണ് ഗീത കുറച്ചെങ്കിലും പഠിച്ച ആൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ പുരുഷോത്തമ യോഗത്തിൽ പറയുന്ന ശ്ലോകം തന്നെ ഇതാ: ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്വായം വിഷയാൻ ഉപസേവതേ. ഇവിടെ ഇവൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തിനെ കുറിച്ചാണ്. ഈ രൂപമില്ലാത്ത സത്യം, ഈ ചൈതന്യം ഓരോ ജീവികളിലും ചെവി, കണ്ണ്, തൊലി, നാക്ക്, മൂക്ക്, ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച, നാക്ക്, മൂക്ക് കൂടാതെ മനസ്സിലുള്ള ചിന്തകളും അറിഞ്ഞുകൊണ്ട്, ഇതൊക്കെയായി കളിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് മാത്രമല്ല, ഇതിലൂടെയൊക്കെ അറിഞ്ഞുകൊണ്ടും ഇതൊക്കെയായി കളിച്ചുകൊണ്ടും ഇവിടെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. ഇതറിഞ്ഞ ആളാണ് ഭഗവത്ഗീത പഠിച്ച ആൾ എന്ന് ആചാര്യസ്വാമികൾ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അറിവ് വന്നു കഴിഞ്ഞാൽ എന്തായി, എല്ലാം ഭഗവാനാണ് എന്ന് ചിന്തിച്ചുറപ്പിക്കാനുള്ളൊരു സാമർഥ്യം ഒരു ഭക്തന് അല്ലെങ്കിൽ സാധകന് കൈവരുന്നു. അപ്പം അതാണ് പറയുന്നത്, ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവൻ, അവൻ ഗംഗാജലം പാനം ചെയ്താൽ മുക്തി കിട്ടും. ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവൻ മുരാരിയെ അർച്ചന ചെയ്താൽ ഫലം കിട്ടും. ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ള ഒരാളോട് യമൻ ഒരിക്കലും വഴക്കിന് വരില്ല. അവസാന സമയത്ത് നല്ല ശാന്തിയോടുകൂടി ശരീരം ഉപേക്ഷിക്കാൻ പറ്റും. ഇതാണ്. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട്, ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഭഗവാൻ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതക്കാർക്ക് മാത്രമുള്ളതോ ഒന്നുമല്ല. ഇത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ചൈതന്യം ഇപ്പോൾ ഇവിടെയുണ്ട്, അതാണ് എൻ്റെ സ്വരൂപം എന്ന് തിരിച്ചറിയുന്ന ഒരാളെയാണ് ഭഗവത്ഗീത കിഞ്ചിദധീത എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവൻ ആണ് അവൻ. എന്ത് ചെയ്താൽ, ഗംഗാജലം കുടിച്ചാലോ, അവൻ എന്തോ ചെയ്തോട്ടെ, അവന് യമൻ അവനുമായിട്ട് വഴക്കിന് വരില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ശാന്തിയോടുകൂടി ശരീരം ഉപേക്ഷിച്ച് സ്വരൂപത്തിലേക്ക് തന്നെ ലയിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാവുന്നു. അതാണ് ഈ ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ അതല്ലാത്തവർക്കോ, ശരീരം വിടുന്ന സമയത്ത് കടുത്ത വിഷമം, എല്ലാ ഇഷ്ടപ്പെട്ടതെല്ലാം വിട്ടു പോവാണ് അല്ലേ. അപ്പോൾ ആ ഒരു വിഷമത്തോടുകൂടി പെടഞ്ഞ് ശരീരം ഉപേക്ഷിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് തന്നെ ഗീതയിലും ആ അവസാന നിമിഷങ്ങളെക്കുറിച്ച് എങ്ങനെ നമ്മൾ ശരീരം ഉപേക്ഷിക്കണം എന്നുള്ളതും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വേറൊരു ദിവസം നോക്കാം. എല്ലാവർക്കും ഇതിൻ്റെ ഒരു പൊരുൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, ഇപ്പോൾ ഗീത പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സ്വരൂപം അറിയുന്നതിൻ്റെ പ്രാധാന്യം, അതാണ് ഏറ്റവും പ്രധാനം. അതാണ് ദുഃഖമോചനത്തിനുള്ള ഒരേ ഒരു വഴി, പൂർണ്ണമായ ദുഃഖമോചനത്തിന് അല്ലെങ്കിൽ ശാശ്വതമായ ദുഃഖമോചനത്തിന് ഒരേ ഒരു വഴി എന്നുള്ളതാണ് ആചാര്യസ്വാമികൾ ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. മറ്റു പലതിൽ നിന്നും
പലതരത്തിലുള്ള സന്തോഷങ്ങളും കിട്ടും. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കൂ, എത്ര സമയം അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു പോവാത്ത ഒരു സന്തോഷം, വന്ന് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു സന്തോഷം, ശാശ്വതമായ സന്തോഷം, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗീത പഠിക്കാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. അപ്പം അതിനെല്ലാവർക്കും കഴിയട്ടെ. പ്രണാമം. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഃ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.